वर्गीस एक मेहनती किसान है। वो अपने खेत में मुख्तलिफ किस्म के अनाज और तरकारियाँ उगाता है। हर इतवार को वो अपनी फसलें लेकर शहर जाता है। आज भी वो बाजार जाने की तैयारी कर रहा है। अब्बा, मैं भी शहर आऊँ? ठीक है बेटे, तुम भी चलो। वर्गीस अपने बेटे साबू को साथ लिया और सारा सामान बैलगाड़ी पर लाद कर शहर की तरफ चला। शहर पहुंचकर दोनों ने गाड़ी से सामान उतारा और बेचने लगे। നന്നായി അധ്വാനിക്കുന്ന ഒരു കർഷകനാണ്. അദ്ദേഹം തൻ്റെ വയലിൽ വ്യത്യസ്തങ്ങളായ ധാന്യങ്ങളും പച്ചക്കറികളും വിളയിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം തൻ്റെ വിളവുകളുമായി പട്ടണത്തിലേക്ക് പോകാറുണ്ട്. ഇന്നും അദ്ദേഹം പട്ടണത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛാ, ഞാനും പട്ടണത്തിലേക്ക് വരട്ടെ? ശരി ശരി മകനെ, നീയും കൂടെ പോന്നോളൂ. വർഗീസ് തൻ്റെ മകനായ സാബുവിനെ കൂടെ കൂട്ടി. മുഴുവൻ സാധനങ്ങളും ബൈൽഗാഡിയിൽ കാളവണ്ടിയിലേക്ക് കയറ്റിയിട്ട് പട്ടണത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. പട്ടണത്തിൽ എത്തിയതിനു ശേഷം രണ്ടുപേരും ബൈൽഗാഡിയിൽ നിന്നും സാധനങ്ങളെല്ലാം ഇറക്കി. ഓർ ബേച്ചിനെ ലഗെ, വിൽക്കാൻ തുടങ്ങി. താസ താസ സസ്ത സസ്ത എന്നതാണ് 6ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം. ഈ പാഠം നമുക്കൊന്ന് നോക്കാം. സബ്സി വാല സബ്സി ലായ, സബ്സി ലേലോ സബ്സി ലേലോ. आलू, गोभी और टमाटर, गाजर, मूली और चुकंदर, मेथी, पालक, बैगन, तोरी, हरी मुलायम भिंडी, लौकी. हर घर पर आवाज़ लगाई, सब्ज़ी ले लो सब्ज़ी ले लो. सीधा बोली सब्ज़ी वाले, क्यों नहीं लाए आज करेले. अच्छा तोरी लेमू दे दो, लावो मुझे कुछ आलू दे दो. सब्ज़ी वाला सब्ज़ी लाया, सब्ज़ी ले लो सब्ज़ी ले लो. कोई बोला ठीक से तोलो, थोड़ा सा धनिया भी डालो. मिर्चे और अदरक भी दे दो, लो ये अपने पैसे ले लो. सब्ज़ी वाला सब्ज़ी लाया, സബ്സി ലേലോ സബ്സി ലേലോ. ഇനി നമുക്ക് ഈ പാട്ടിനെ മനോഹരമായ ഒരു ഈണത്തിൽ കേട്ടു നോക്കാം. സുനിയെ. സബ്സി വാല സബ്സി ലായ.
ഈ പാഠത്തിലെ വർക്കുകൾ: 1. എ നസ്മ തറന്നും കെ സാത്ത് സബ് മിൽക്കർ ഗായെ. ഈ പാട്ട് ഈണത്തിൽ എല്ലാവരും ചേർന്ന് പാടുക എന്നതാണ്. ഈ പ്രവർത്തനം നമുക്ക് ക്ലാസ്സിലിരുന്ന് ചെയ്യേണ്ട പ്രവർത്തനമാണ്. 2. നസം താസ താസ സസ്ത സസ്ത മുഖ്തലിഫ് തർസോ മേ സുനായേ. ഈ പാട്ടിനെ വ്യത്യസ്ത ഈണത്തിൽ ആലപിക്കുക, കേൾപ്പിക്കുക. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഈണം കേട്ടു, ഒരു രീതി കേട്ടു അല്ലേ? രീതിയിൽ പാട്ട് കേട്ടു. ഇതുപോലെ നിങ്ങൾ വ്യത്യസ്തമായ ഒരു ഈണം കണ്ടെത്തി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ.